നമസ്കാരം. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ പല സന്ധികളിലുമായിട്ട് വിട്ടുമാറാത്ത വേദന അനുഭവപ്പെടുക. പല കാര്യങ്ങൾ ചെയ്താലും തന്നെ ശരിയായിട്ട് അത് മാറിക്കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുടി അമിതമായിട്ട് കൊഴിയുന്നു എന്നുള്ള കാൽസ്യത്തിൻ്റെ കുറവ് കാരണം എല്ലുകൾക്കൊക്കെ ബലക്ഷയം സംഭവിക്കുന്നു. ശരീരത്തിന് തരിപ്പും മരവിപ്പൊക്കെ അനുഭവപ്പെടുന്നു. ഇങ്ങനെയുള്ള മുഖചർമ്മം മുൻപൊക്കെ വളരെ തിളക്കമുള്ള ചർമ്മമാണെങ്കിലും പെട്ടെന്ന് അതിനൊരു മങ്ങലേൽക്കുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങൾ പ്രായമെത്തുന്നതിനനുസരിച്ച് വരാറുണ്ട്. എന്നാൽ ഇതിനൊക്കെ കൂടെയുള്ള ഒരു ഒറ്റമൂലിക്കൂട്ട് പറയട്ടെ, നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒന്നാണ്. ഇത് ഏതാണ്, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഞാൻ ഡോക്ടർ സജിത ദിജി. തില, സ്നിഗ്ധ, ഗുരു, ഉഷ്ണ, ബല്യ, കേശ്യ, ത്വച്ച എന്നുള്ള ഈ ഒരു ഗുണങ്ങൾ, അതായത് ഈ സെസൈം സീഡ് ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശരീരത്തിന് നല്ല ബലം കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് ബോഡിക്കൊക്കെ ഒരു വീക്കായിട്ട് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിലോ, എല്ലുകൾ കാൽസ്യം ഒക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് നഖമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നു, മുടി അമിതമായിട്ട് കൊഴിയുന്നു ഒക്കെ ഉണ്ടെങ്കിൽ കേശ്യമായിട്ടുള്ളതാണ്, ബല്യമായിട്ടുള്ളതാണ്, ശരീരബലം നൽകുന്നുണ്ട്. അതുപോലെ ത്വച്ഛമായിട്ടുള്ളതാണ്, സ്കിന്നിന് ഇടയ്ക്കൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രായം എത്തുന്നതിനനുസരിച്ച് വരുന്ന ഒരുപാടേറെ പ്രശ്നങ്ങളുണ്ടല്ലോ, പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളോ, ഡ്രൈ സ്കിൻ ആവുന്ന പ്രശ്നങ്ങൾ, ചുളിവുകൾ വീഴുന്ന, ഇതൊക്കെ നേരത്തെ വരുന്നത് തടയാൻ ഈ ഒരു കറുത്ത എള്ളിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പ്രോട്ടീൻ, ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ്, ഫൈബർ, വിറ്റാമിനുകൾ, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻസ് ഇവയൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് ഡയറ്റിൽ പതിവായിട്ട് ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് കുതിർത്തിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഞാനിവിടെ പറയാം. ഇത് തന്നെ ഒരു കപ്പ് എള്ള് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ശർക്കരയും ഒരു ചെറിയൊരു പീസ് ചുക്കും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് നമുക്കൊന്ന് പാലിൽ കലക്കിയിട്ടാണെങ്കിൽ കുടിക്കാം. തിളപ്പിച്ച പാലിൽ ഒന്ന് കലക്കി കുടിക്കാം. അതല്ലെങ്കിൽ ആ പൊടിയായിട്ട് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും. ഇനി സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, ഇത് അവിൽ വിളയിച്ചത് നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അവിലും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു എള്ളും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും, എള്ള് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം അവലിലേക്ക്. അതിലേക്ക് ശർക്കര പാനിയായിട്ട് ചേർക്കാവുന്നതാണ്. ഏലക്കായോ അല്ലെങ്കിൽ ചുക്കോ ഒക്കെ തന്നെ പൊടിച്ച് ചേർക്കുന്നത് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടും എന്നുള്ളത് കൊണ്ടും ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ അല്ലെങ്കിൽ എള്ളുണ്ട രൂപത്തിൽ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ബയോട്ടിൻ പൗഡർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ എള്ള് ഒരു പ്രധാന ചേരുവയായിട്ട് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കഴിക്കുന്നതും പലപ്പോഴായിട്ട് നമ്മൾ സാലഡ്സ് ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സ്നാക്സുകൾ തയ്യാറാക്കുമ്പോഴൊക്കെ എള്ള് ഉപയോഗിക്കാറുണ്ട്. കുറഞ്ഞ അളവിൽ അതൊക്കെ ഉള്ളിലെത്തുന്നുള്ളൂ. പക്ഷേ ഈ രീതിയിലാണെങ്കിൽ എള്ള് തന്നെ നമുക്ക് ശരിയായ ഒരു എമൗണ്ടിലുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് മുടിയുടെ സംരക്ഷണം എന്നുള്ളതൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ശരീരത്തിൽ പലപ്പോഴും ഈ ഒരു കൊളാജൻ കുറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് ഉണ്ടാവുന്ന ഡ്രൈനെസ് കാരണമോ പലവിധ റീസൺ കൊണ്ട് മുടി കൊഴിച്ചിൽ വരാം. അപ്പം ഈ മുടി കൊഴിച്ചിലൊക്കെ നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ ഇത് ശർക്കരയുടെ കൂടെ ആവുമ്പോൾ നമുക്ക് ആ ഒരു സിങ്കിൻ്റെ അളവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിനൊക്കെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ ഈ ഒരു കോംബോ വളരെ നല്ലതാണ്. അയൺ, സിങ്ക് ഒക്കെ തന്നെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഈ എള്ളും ശർക്കരയും കൂടെയുള്ള കോംബോ എന്ന് പറയുന്നത് നമുക്ക് മുടി കൊഴിച്ചിൽ അകറ്റുക മാത്രമല്ല, അകാലത്തിൽ വരുന്ന നരയൊക്കെ ഉണ്ടെങ്കിൽ തടയാനൊക്കെ പറ്റുന്ന, ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വളരെ നല്ലൊരു കാര്യമാണ് കറുത്ത എള്ള്. എല്ലുകളുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലതാണ്. പിന്നെ ഓസ്റ്റിയോപോറോസിസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലിൻ്റെ ആ ഒരു ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞു വന്നിട്ട് തേയ്മാനവും വേദനയും ഒക്കെ ഉള്ള ആളുകളില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഏറെ ഗുണകരമായിട്ടുള്ളതാണ്. ഇനി ഇത് ഹോർമോൺ വേരിയേഷൻ കൊണ്ട് പലവിധ പ്രശ്നങ്ങൾ, ആർത്തവം ശരിയായിട്ട് വരുന്നില്ല എന്നുള്ളതും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് എള്ള് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എന്ന് വേണം പറയാൻ. കാലിൻ്റെ വേദനകൾ അകറ്റാൻ എപ്പോഴും തന്നെ എള്ളിനൊരു പ്രത്യേക കഴിവുണ്ട്. അതിന് നമുക്ക് കരിഞ്ജീരകം കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. വൈറ്റമിൻ B6, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള എള്ള് കഴിക്കുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓർമ്മശക്തി കൂട്ടാനും ഗുണം ചെയ്യുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിന് നിയന്ത്രിക്കാനും വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറാണ് ഇതിന് സഹായിക്കുന്നത്. പ്രമേഹ രോഗികൾ കഴിച്ചിരിക്കേണ്ട ഒന്നുകൂടിയാണ്. കരളിൻ്റെ ആരോഗ്യത്തിനും എള്ള് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസുകളും വിറ്റാമിനുകളും മിനറലുകളും അടങ്ങിയിട്ടുള്ള എള്ള് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള
സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും. ഫൈറ്റോ ഈസ്ട്രജൻ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യപൂർണമായ ഒരു പ്രവർത്തനത്തിന് കൂടെ ഇത് സഹായിക്കുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻസുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ കാന്തി നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. കാൽസ്യം മഗ്നീഷ്യം ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പല്ലിൻ്റെ ബലക്കുറവൊക്കെ അനുഭവപ്പെടുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും എള്ള് ഉൾപ്പെടുത്താം. പിന്നെ കൂടാതെ ചില സമയങ്ങളിൽ നമ്മുടെ നഖമൊക്കെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, നഖം ചിലർക്കൊന്നും വളരാതിരിക്കുന്നതൊക്കെ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകുമ്പോഴിങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ നിർത്താതെയുള്ള മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും 1, 2, 3 രീതിയിൽ എള്ളിനെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഇനി ഈ പറഞ്ഞ പോലെ തന്നെയല്ല കേട്ടോ, എള്ള് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരുപാടേറെ ഡിഷസ് ഉണ്ടാവും. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് ഏത് കോംബോ ആണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം, മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ. പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചർമ്മത്തിന് സഹായിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലെ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ മുടി നല്ല കട്ട കറുപ്പോടെ ഇരിക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. ഇനി അകാലനര തടയുന്നതിന് കൂടെ ഇതിൽ നിന്ന് എടുക്കുന്ന എള്ളെണ്ണയ്ക്ക് മോയ്സ്ചറൈസിങ് ഗുണങ്ങളും ഉണ്ട്. ചർമ്മം മൃദുവാക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി അതുപോലെ കാലുകൾ വിണ്ടുകീറുന്നതിനും എള്ള് നല്ലൊരു പരിഹാര മാർഗമാണ്. എള്ളിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസുകൾ ചർമ്മകോശങ്ങളിലെ ഫ്രീ റാഡിക്കലുകളിൽ നിന്നൊക്കെ തന്നെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കാനും ഇതിലെ വൈറ്റമിൻ ബിയും സിങ്കും ഒക്കെ തന്നെ ചർമ്മത്തിന് നല്ലൊരു തിളക്കം നൽകാനും സഹായിക്കും. ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഒക്കെ സഹായിക്കുന്ന ഹൃദയാഘാത സാധ്യതയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതും കൂടിയാണ് എള്ളിൻ്റെ ഉപയോഗം. ഇനി അതുപോലെ തന്നെ എള്ളിൽ മാത്രമല്ല കാൽസ്യം അടങ്ങിയിട്ടുള്ളത്. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ് നിങ്ങൾ തിരയുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ആഹാരങ്ങൾ കൂണ്, ബ്രൊക്കോളി അല്ലെങ്കിൽ വെണ്ടയ്ക്ക, പലപ്പോഴായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഏതായാലും തന്നെ ചീര, മുരിങ്ങ പോലുള്ള എല്ലാം ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് പാൽ ഉൽപ്പന്നങ്ങളും. അതിൽ ചീസിൻ്റെ പല വെറൈറ്റികളും വരും. അല്ലെങ്കിൽ സാൽമൺ ഫിഷ്, ചെമ്മീൻ, ക്രാബ് തുടങ്ങിയിട്ടുള്ളവയും, അയിലമീൻ അല്ലെങ്കിൽ ബീൻസുകൾ ഉപയോഗിക്കാം. ചിയ സീഡ്, സോയാബീൻ, വൈറ്റ് ബീൻസ്, പോപ്പി സീഡ്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളവയും, കിവി, ചിക്ക് പീസ് അല്ലെങ്കിൽ നമ്മുടെ ബദാം, ആൽമണ്ട് ഉപയോഗിക്കാം. അതുപോലെ മൾബെറീസ്, ബെറികൾ ഉപയോഗിക്കാം. മുട്ട, ഡ്രൈഡ് ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം ഉണ്ടല്ലോ, ഇതൊക്കെ ഉപയോഗിക്കാം. ഓറഞ്ച് ജ്യൂസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡയറ്റിൽ കാൽസ്യത്തിൻ്റെ ഉറവിടം കണ്ടെത്താനാണെങ്കിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് സെസൈം അല്ലെങ്കിൽ കറുത്ത എള്ള് എന്നുള്ളത് നിങ്ങൾക്ക് പല രീതിയിൽ ഉപയോഗപ്പെടുത്താം. ഇത് സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാടേറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗമാണ്. ഇതൊരു പ്രായത്തെ മാത്രം നമ്മൾ റൗണ്ട് ചെയ്യുന്നത് ഒരു 35 40 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഇത്തരം വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറഞ്ഞു പോകുന്നൊരു കാര്യം കാണാറുണ്ട്. പല ആഹാരങ്ങൾക്കും നമ്മൾ കഴിക്കാൻ റെസ്ട്രിക്ഷൻസും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞ് പലർക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരത്തെ വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് എള്ള് എന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ചൊരു ഉഷ്ണ ഗുണമുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അത് ചിലപ്പോൾ ഇത് നമ്മൾ മലബന്ധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ശരീരത്തിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചൂടുള്ള മറ്റു കാര്യങ്ങളുടെ കൂടെ തന്നെ ഇത് ഉപയോഗിക്കുകയും പുറത്തെ ക്ലൈമറ്റും ചൂടാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ചിലർക്കൊക്കെ തന്നെ ലൂസ് മോഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാം മിതമായിട്ടുള്ള അളവിൽ കഴിച്ചാൽ അമൃതിന് തുല്യമാണ്. ഇത് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു കൃഷ്ണതില എന്നുള്ളത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.